ഹലോ ഹായ്, അനീഷ് പറവൂരാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ ഒരുപാട് നാളുകളായി ദുബായിലും ഷാർജയിലും അജ്മാനിലും അലൈനിലും അബുദാബിയിലൊക്കെ ആയിട്ട് ബിസിനസ്സിൻ്റെ ആവശ്യത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നുകൊണ്ട് ഞാൻ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രൊജക്റ്റ് കാരണം കൊണ്ടാണ് ഇന്നിവിടെ ദുബായിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച ഒരു പ്രൊജക്റ്റ് കൂടിയിട്ടാണ് ഞങ്ങളൊന്ന് കാണാൻ ആഗ്രഹിച്ചു. ഈ ഒരു പ്രൊജക്റ്റ് നേരിട്ടൊന്ന് അറിയാൻ, നിങ്ങൾ എവിടെയാണുള്ളത്, കാണാൻ പറ്റുമോ, നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴാണോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾ ദുബായിലേക്ക് അടുത്ത ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റി. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ദുബായിൽ വരേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു, വരാൻ പറ്റി. ആ പ്രൊജക്റ്റ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള വയനാട്ടിലെ വളരെ മനോഹരമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേവ് റിസോർട്ട്, വയനാട്ടിൽ തന്നെ ഏകദേശം 12 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ്, അതിൽ തന്നെ 5 ഏക്കറിന് മുകളിൽ നമ്മൾ കോട്ടേജുകൾ മാത്രമാണ്. ഏകദേശം 90ഓളം വരുന്ന മഡ് പാക്ക്ഡ് ആയിട്ടുള്ള റിസോർട്ടുകൾ, ഫെറോക്രിറ്റ് മെത്തേഡിൽ കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം മഡ് പാക്ക് ചെയ്തിട്ട് നാച്ചുറൽ ഗ്രാസ് പിടിപ്പിച്ച ഒരു നല്ലൊരു എക്കോ ഫ്രണ്ട്ലി കോട്ടേജ്. ഏകദേശം 570 സ്ക്വയർ ഫീറ്റ് ആണ് കോട്ടേജ്. കോട്ടേജിൻ്റെ അകത്ത് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ സ്വിമ്മിംഗ് പൂളിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്നുള്ളതും മനോഹരമാക്കുന്നു. അപ്പോൾ ഈ ഒരു കോട്ടേജ് 5 സെന്റ് ലാൻഡിലാണ് വരിക. 90 കോട്ടേജുകൾ 5 സെന്റ് ലാൻഡായിട്ട് തിരിച്ചിട്ട് 90 കോട്ടേജുകൾ ടോട്ടൽ അവിടെ പണിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോട്ടേജിന്റെ ചുറ്റുമുള്ള ഭാഗത്ത് 16 ചന്ദന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ചന്ദനത്തിന് അത്രയും ഡിമാൻഡാണ്. ചന്ദനത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു കോട്ടേജ് പെർ ഡേ 20,000 റൂം റെന്റിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 300 ഡേയ്സ് അപ്പോൾ ബുക്കിംഗ് കൂടി വന്നു കഴിഞ്ഞു. അപ്പോൾ 20,000 രൂപ കൊടുത്തുകൊണ്ട് വന്ന് താമസിക്കുന്ന ഒരു കൂട്ടം ഫാമിലി ഇന്നിപ്പോൾ നമ്മുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനിയും ഒരുപാട് ബുക്കിങ്ങുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോട്ടേജിന്റെ വില 1 കോടി രൂപയാണ്. ഇന്നിപ്പോൾ 95 ലാഖിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടേജിൽ സ്വന്തമായിട്ട് ഒരാൾക്ക് ആധാരം ചെയ്ത് വാങ്ങാനുള്ളൊരു അവസരമുണ്ട്. അവർക്കത് വാങ്ങാം, സ്വന്തമാക്കാം. ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങാം. അതല്ലെങ്കിൽ 2, 3, 4, 5, 10 എത്ര പേരാണോ നിങ്ങൾക്ക് ഷെയർ ഇട്ടുകൊണ്ട് ഇത് സ്വന്തം പേരിലോട്ട് ഗ്രൂപ്പായിട്ട് ആധാരം ചെയ്ത് വാങ്ങാനുള്ളൊരു ഓപ്ഷനും ഇവിടെ കമ്പനി ഒരുക്കുന്നുണ്ട്. ഇനി 1 ലക്ഷം രൂപയുടെ 95 ഷെയറുകളാക്കി മാറ്റിക്കൊണ്ട് 95 പേർക്കും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഓണർഷിപ്പ് കിട്ടുന്ന രീതിയിൽ 95 പേരുടെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റവും നമ്മളുടെ കൈകളിലുണ്ട്. അപ്പോൾ പല ആളുകൾ പല രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾ 5 ലക്ഷം ഇടും, ചില ആളുകൾ 10 ലക്ഷത്തിന്റെ ഷെയർ ആയിരിക്കും, ചില ആളുകൾ 1 ലക്ഷം ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൈകളിലുള്ളതനുസരിച്ചുകൊണ്ട് 1 ലക്ഷത്തിന്റെ ഗുണിതങ്ങൾ ഇട്ടുകൊണ്ടും നമുക്ക് ഈ ഒരു വയനാട്ടിലെ കേവ് റിസോർട്ടിന്റെ പാർട്ണർ ആകാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. അതനുസരിച്ച് കിട്ടുന്ന റവന്യൂ ഇപ്പോൾ ഒരു 30 ദിവസം റൂം റെന്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം 20,000 വെച്ചിട്ട് 6 ലക്ഷം രൂപ റവന്യൂ കയറുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതുകളെല്ലാം കഴിച്ചതിന് ശേഷം 80-20 എന്നുള്ള രീതിയിൽ ഇതിന്റെ ലാഭത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് 80% ലാൻഡ് ഓണർക്കും, അതായത് കോട്ടേജിന് ഓണർക്കും, 20% ഇത് റൺ ചെയ്യുന്ന ജസ്പെർ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനിക്കും. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് റൺ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിനെ റൺ ചെയ്യുന്ന കമ്പനി ജസ്പെർ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മളുടെ പ്രൊജക്റ്റ് നടത്തുന്ന കമ്പനി തന്നെയാണ്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന വരുമാനം ഫുൾ പേയ്മെന്റുകാർക്ക് അവർക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് അത് നേടാനും, അതോടൊപ്പം തന്നെ പാർട്ണർഷിപ്പായിട്ട് വരുന്ന പല ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾ അല്ലേ, അവർക്ക് എല്ലാവർക്കും അതിന്റെ ആനുപാതികം അനുസരിച്ച്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ ആനുപാതികം അനുസരിച്ചുകൊണ്ട് അവിടെ കിട്ടുന്ന എമൗണ്ടിനെ ഡിവൈഡ് ചെയ്തും അവർക്കൊരു വരുമാനമായിട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി കോമൺ അമ്യൂണിറ്റീസുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചന്ദനമരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു കേവ് റിസോർട്ട് മാത്രമല്ല, കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, അരോമ തെറാപ്പി ആൻഡ് സ്പാ ഉണ്ട്, അതായത് ചന്ദന ഓയിൽ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം ഉണ്ട്. പിന്നെ 500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ട് കേവ് മോഡൽ ഓഡിറ്റോറിയം ഉണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, റെയിൻ ഡാൻസ് ഹോൾ ഉണ്ട്, ഹോട്ട് സ്റ്റേ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള, ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാൻ അവസരം. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വിളിക്കേണ്ട നമ്പർ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, താങ്ക് യു.